എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം ടെൻസസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു വേർബ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ടെൻസസ് വളരെ എളുപ്പത്തിൽ പഠിക്കാം എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. നമുക്കറിയാം 12 ടെൻസസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇപ്പം ഞാനൊരു കത്ത് എഴുതുന്നു എന്ന് പറയണം. അതിപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു കത്ത് എഴുതുന്നു. സോ അതെങ്ങനെ പറയും? ഐ റൈറ്റ് എ ലെറ്റർ. ഐ റൈറ്റ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുന്നു. ഈ ഒരു ടെൻസിൽ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് വേർബിന് മാറ്റം വരുത്തണം. ഇവിടെ ഐ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇനി അവൾ ഒരു കത്ത് എഴുതുന്നു എന്ന് പറയണമെങ്കിലോ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് വരും. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അവിടെ എന്തുകൊണ്ടാണ് റൈറ്റ്സ് എന്ന് പറഞ്ഞത്? ഷീ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ വരുന്ന വേർബും സിംഗുലർ ആക്കണം. ഒരു വേർബിനെ സിംഗുലർ ആക്കാൻ ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. സോ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് വരും. അവൾ ഒരു കത്ത് എഴുതുന്നു. ഇനി അടുത്തത്, ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതി എന്ന് പറയണം. ഇവിടെ ഇന്നലെ നടന്ന കാര്യമാണ്. ഒരൊറ്റ ആക്ഷനേ ഉള്ളൂ, അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ വരും? നമുക്കറിയാം റൈറ്റിൻ്റെ V2 ഫോം റോട്ടാണ്. സോ ഐ റോട്ട് എ ലെറ്റർ എസ്റ്റർഡേ എന്ന് വരും. ഐ റോട്ട് എ ലെറ്റർ എസ്റ്റർഡേ. ഇന്നലെ ഞാനൊരു കത്ത് എഴുതി. ഇവിടെ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും ആ സബ്ജക്റ്റ് കഴിഞ്ഞ് V2 ഫോം ഓഫ് ദ വേർബ് എഴുതിയാൽ മതി. ഇനി അടുത്തത്, ഞാൻ നാളെ ഒരു കത്ത് എഴുതും എന്ന് പറയണം. ഇപ്പം നാളത്തെ കാര്യമാണ്. അതെങ്ങനെ പറയും? അവിടെ വിൽ യൂസ് ചെയ്യണം. ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടുമോറോ. ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഒരു കത്ത് എഴുതും എന്നാണ് മീനിങ്. സോ ഞാനൊരു കത്ത് എഴുതുന്നു എന്ന് പറയാൻ ഐ റൈറ്റ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതി എന്ന് പറയാൻ ഐ റോട്ട് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതും എന്ന് പറയാൻ ഐ വിൽ റൈറ്റ് എ ലെറ്റർ. മനസ്സിലായല്ലോ? ഇതാണ് സിമ്പിൾ ഫോംസ്. അടുത്തതാണ് കണ്ടിന്യൂസ് ടെൻസസ്. കണ്ടിന്യൂസ് ടെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഒരു കത്ത് എഴുതുകയാണ് എന്ന് പറയണം. ഇപ്പം നടക്കുന്ന കാര്യമാണ്, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? കണ്ടിന്യൂസ് ഫോം. കണ്ടിന്യൂസ് ഫോം ആക്കാൻ ഏതൊരു വേർബിൻ്റെ കൂടെയും ING ചേർക്കുക. സോ ഐ ആയതുകൊണ്ട് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ നൗ എന്ന് വരും. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ നൗ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു കത്ത് എഴുതുകയാണ് എന്നാണ് മീനിങ്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹിയോ ഷിയോ ആണെങ്കിൽ ഈസ് റൈറ്റിംഗ് എന്നാണ് പറയേണ്ടത്. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ നൗ. അവൻ ഇപ്പോൾ ഒരു കത്ത് എഴുതുകയാണ്. ഇനി പ്ലൂറൽ ആണെങ്കിലോ യു വി ദേ ഒക്കെ ആണെങ്കിൽ ആർ റൈറ്റിംഗ് എന്ന് പറയണം. സോ അവർ ഒരു കത്ത് എഴുതുകയാണ് എന്ന് പറയാൻ ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. സോ ഈ ഒരു ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതിനനുസരിച്ച് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് വേർബ് പ്ലസ് ING ഈ ഒരു ഫോമിലായിരിക്കണം എഴുതേണ്ടത്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ, അതായത് ഇങ്ങനെ പറയണം, ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതുകയായിരുന്നു. അപ്പം ഇന്നലെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നടന്നിരുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഇവിടെ ആം ഈസ് ആറിന് പകരം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസും വേറുമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എസ്റ്റർഡേ എന്ന് വരും. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതുകയായിരുന്നു എന്നാണ് മീനിങ്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ യു വി ദേ ഒക്കെ ആണെങ്കിൽ വേറാണ് വരേണ്ടത് വാസിന് പകരം. സോ ഇപ്പം അവർ ഒരു കത്ത് എഴുതുകയായിരുന്നു എന്ന് പറയാൻ ദേ വേർ റൈറ്റിംഗ് എ ലെറ്റർ എസ്റ്റർഡേ. ദേ വേർ റൈറ്റിംഗ് എ ലെറ്റർ എസ്റ്റർഡേ. അവർ ഇന്നലെ ഒരു കത്ത് എഴുതുകയായിരുന്നു. ഇനി അടുത്ത ടെൻസ് ഏതാണ്? ഇനി അടുത്തതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഭാവിയിൽ തുടർച്ചയായി വരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ നാളെ ഒരു കത്ത് എഴുതുകയായിരിക്കും എന്ന് പറയണം.
അതെങ്ങനെ പറയും? എഴുതുകയായിരിക്കും എന്ന് പറയണമെങ്കിൽ വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. സോ എങ്ങനെ വരും? ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ടുമോറോ. അതായത് നാളെ ഞാനൊരു കത്ത് എഴുതുകയായിരിക്കും. ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ടുമോറോ. ഇവിടെ ഏത് സബ്ജക്റ്റ് വന്നാലും വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ പറഞ്ഞത് തുടർച്ചയായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസസ് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യം പറയാൻ. അതായത് ഞാനൊരു കത്ത് എഴുതുകയാണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. എഴുതുകയാണ് എന്നാണ് മീനിങ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ എഴുതുകയായിരുന്നു എന്ന് പറയണം. അതായത് ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതുകയായിരുന്നു. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ യെസ്റ്റർഡേ. ഇവിടെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, അതും തുടർച്ചയായ ഒരു കാര്യത്തെക്കുറിച്ച്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഒരു കത്ത് എഴുതുകയായിരിക്കും. ഭാവിയിൽ വരാൻ പോകുന്ന തുടർച്ചയായ ഒരു കാര്യം പറയാം. സോ ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ടുമോറോ. ഇനി അടുത്തതാണ് പെർഫെക്റ്റ് ടെൻസസ്. അതായത് നമ്മൾ ഇങ്ങനെ പറയുവാണ്, അതായത് ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. പക്ഷേ ഇതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞതാണെങ്കിലും അതിപ്പോഴും സത്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പോഴും ആ കത്ത് എൻ്റെ കയ്യിലുണ്ട്. സോ അവിടെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സെൻറ്റൻസ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം. നമുക്കറിയാം റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ് പറയേണ്ടത്. സോ V3 ഫോം റിട്ടൺ ആണ്. സോ ഇതെങ്ങനെ വരും? ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യുക, കഴിഞ്ഞു പോയ കാലങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളില്ലേ, അതായത് യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ഇങ്ങനത്തെ വാക്കുകൾ ഈ ടെൻസിൽ യൂസ് ചെയ്യരുത്. സോ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണ്, എന്ത് മാറ്റം വരും? ഹാവിന് പകരം ഹാസ് യൂസ് ചെയ്യുക. അതായത് അവൾ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയണം. സോ ഈ ഒരു ടെൻസിൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ പറയണം. അതായത് അവർ വന്നപ്പോൾ ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നല്ലേ, അവർ വരികയും ചെയ്തു, ഞാനൊരു കത്ത് എഴുതുകയും ചെയ്തു. ഇത് രണ്ടും പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. പക്ഷേ ഏതാണ് ആദ്യം നടന്നത്? ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അവർ വന്നത് അല്ലേ. അപ്പം എപ്പോഴും ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ ഹാഡ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യുക. അപ്പം ഇതെങ്ങനെ വരും? ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത് നടത്ത കാര്യം എന്താണ്? അവർ വന്നപ്പോൾ, വെൻ ദേ അറൈവ്ഡ്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ വെൻ ദേ അറൈവ്ഡ്. ഇനി അടുത്തതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതായത് ഭാവിയിൽ ഒരു സമയത്തിനുള്ളിൽ പൂർത്തിയായിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങൾ പറയണം. അതായത് നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടാകും എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? നാളെ ഈ സമയമാകുമ്പോഴേക്കും എന്ന് പറയാനാണ് ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടാകും എന്ന് പറയണം. അപ്പോൾ ഇത് ഭാവിയിലെ ഒരു കാര്യമാണ്, ആ കാര്യം ചെയ്ത് തീർത്തിട്ടുണ്ടാകും എന്നാണ് പറയേണ്ടത്. അതായത് ഫ്യൂച്ചറിലെ ഒരു കാര്യമായതുകൊണ്ട് വിൽ യൂസ് ചെയ്യണം, കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് പറയേണ്ടത്. അപ്പം പെർഫെക്റ്റ് ടെൻസ് ഹാവും യൂസ് ചെയ്യണം. വില്ലിൻ്റെ കൂടെ ഒരിക്കലും ഹാസ് യൂസ് ചെയ്യത്തില്ല. അപ്പം വിൽ ഹാവ് പ്ലസ് ഹാവ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടാകും എന്നാണ് മീനിങ്. ഇവിടെ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ പെർഫെക്റ്റ് ടെൻസിൽ, അതായത് എഴുതിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് റിട്ടൺ എന്ന് വരും. ഇനി
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ അവിടെ ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ്. ഐ ഹാഡ് റിട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ ഞാൻ എഴുതിയിട്ടുണ്ടാകും. അതെങ്ങനെ വരും? ഐ വിൽ ഹാവ് റിട്ടൺ. ഇനി അടുത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് ആണ്. അതായത് ഇങ്ങനെ നമുക്ക് പറയണം, ഞാൻ 10 മണി മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് തുടങ്ങിയത് 10 മണിക്കാണ്, ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഞാൻ 10 മണി മുതൽ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 10 മണി മുതൽ എന്ന് പറയാൻ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അതെങ്ങനെ വരും? അവിടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഈ ഒരു രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. അതായത് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് 10 AM. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് 10 AM. അതായത് ഞാൻ 10 മണി മുതൽ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണ്, എന്ത് മാറ്റം വരും? ഹാവിന് പകരം ഹാസ് യൂസ് ചെയ്യും. അതായത് നമുക്ക് ഇങ്ങനെ പറയണം, അവൾ 10 മണി മുതൽ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് 10 AM. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഞാൻ 10 മണി മുതൽ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് മീനിങ്. അതായത് ഇവിടെ പാസ്റ്റിൽ തുടങ്ങിയതാണ്, 10 മണി തൊട്ട് തുടങ്ങിയതാണ്, പക്ഷെ ഞാൻ ഈ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അത് ഫിനിഷ് ചെയ്തു. അന്നേരം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. അത് അപ്പോൾ എങ്ങനെ പറയും? 10 മണി മുതൽ ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് 10 AM. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് 10 AM. ഇനി അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് നമുക്കിങ്ങനെ പറയണം, ഞാൻ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെങ്ങനെ പറയും? അവിടെ വിൽ ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഫോമിൽ എഴുതണം. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. സോ ഇവിടെയും സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും വിൽ ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING തന്നെയാണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് ആണ്. ആദ്യത്തേത് ഞാൻ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. പിന്നെ ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇനി ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയണമെങ്കിലോ ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് വരും. സോ ഇത് വളരെ സിമ്പിളാണ്. 1-2 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു എന്നാണ്. ഐ റോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി എന്ന് വരും. ഐ വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും എന്ന് വരും. ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാൻ എഴുതുകയാണ്. ഇനി ഞാൻ എഴുതുകയായിരുന്നു എന്ന് പറയണമെങ്കിലോ ഐ വാസ് റൈറ്റിംഗ് വരും. ഞാനിനി എഴുതുകയായിരിക്കും എന്ന് പറയണമെങ്കിലോ അത് ഭാവിയിലെ കാര്യമാണ്. ഐ വിൽ ബി റൈറ്റിംഗ് എന്ന് വരും. ഇനി പെർഫെക്റ്റ് ടെൻസസ്, അതായത് ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയണം. അവിടെ ഹാവ് യൂസ് ചെയ്യണം. ഐ ഹാവ് റിട്ടൺ എന്ന് വരും. ഇവിടെ ഹാവ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും V3 ഫോം യൂസ് ചെയ്യുക. ഇനി ഐ ഹാഡ് റിട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇനി അടുത്തത് ഞാൻ എഴുതിയിട്ടുണ്ടാകും എന്ന് പറയണമെങ്കിലോ ഐ വിൽ ഹാവ് റിട്ടൺ എന്ന് വരും. പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ്, അതായത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും. അത് എങ്ങനെ വരും? ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇനി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലോ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ തീരണം, തുടർച്ചയായൊരു പ്രവൃത്തി. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഭാവിയിലെ ഒരു കാര്യം, അതായത് ഭാവിയിൽ തുടർച്ചയായി ഒരു പോയിന്റിൽ തീരുന്ന കാര്യം. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും.
ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. സോ നിങ്ങൾ ഈ ഒരു വേർബ്, അതായത് റൈറ്റ് എന്നുള്ള വേർബിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ വേർബ് വെച്ചിട്ട് ഇതുപോലെ സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.